കഴിഞ്ഞ കുറെ ട്രേഡിംഗ് സെഷനുകളിലെ പെർഫോമൻസ് നോക്കിയാൽ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്റ്റോക്കിനെ കുറിച്ചുള്ള സെന്റിമെന്റ്സ് വളരെ വീക്ക് ആകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അവയിൽ ഭൂരിഭാഗവും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് കടക്കുന്നു എന്നതുകൊണ്ട് തന്നെ. ഫെബ്രുവരി 19 മുതൽ ഇടിഞ്ഞു തുടങ്ങിയതിനു ശേഷം BSE സ്മോൾ ക്യാപ് സൂചികയിലെ 80% ഓഹരികളും നെഗറ്റീവ് റിട്ടേൺ ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതേ കാലയളവിൽ നിഫ്റ്റി 1% നേട്ടമുണ്ടാക്കി എന്നതും ശ്രദ്ധേയമാണ്. സെഗ്മെന്റിലെ ലിക്വിഡിറ്റിയെ തടസ്സപ്പെടുത്തുന്ന നിരവധി ഘടകങ്ങളാണ് ഉള്ളത് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഉദാഹരണത്തിന് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ദുബായ് ആസ്ഥാനമായുള്ള ഹവാല ഓപ്പറേറ്റർ ഹരിശങ്കർ ടിബർവാലയും മറ്റ് 13 സ്ഥാപനങ്ങൾക്കും നേരെ ED റെയ്ഡ് നടത്തിയതിനു ശേഷം മേഖലയിൽ പ്രത്യേകിച്ച് സ്റ്റോക്കുകളിൽ പണം നിക്ഷേപിച്ച് വ്യാപകമായി ദുർബലമായ സ്റ്റോക്കുകൾ അതിവേഗം ഉയരാൻ കാരണമാകുന്നതുമായുള്ള പ്രവർത്തനം നടത്തുന്നതൊക്കെ കണ്ടെത്തിയിട്ടുമുണ്ടായിരുന്നു. നിലവിൽ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സ്കീമുകളിലെ ആശങ്കകൾക്കിടയിൽ നിക്ഷേപകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ മ്യൂച്വൽ ഫണ്ടുകളോട് സെബിയുടെ ഉപദേശം ആവശ്യപ്പെടുന്നതാണ്, അതായത് സെബിയുടെ അഡ്വൈസറിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സ്കീമുകളിലെ ആശങ്കകൾക്കിടയിൽ നിക്ഷേപകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് മ്യൂച്വൽ ഫണ്ടുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം സെബി ഇതുവരെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോകളുടെ പണ ലഭ്യതയുമായി ബന്ധപ്പെട്ട അധിക വെളിപ്പെടുത്തൽ മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ എങ്കിലും ഓഹരികൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന മറ്റേതെങ്കിലും നടപടി നിർബന്ധമാക്കുന്ന തരത്തിലേക്ക് കടന്നിട്ടില്ല. എന്നിരുന്നാലും പോർട്ട്ഫോളിയോകളുടെ നിയന്ത്രണ പരിശോധന വർദ്ധിക്കുകയും പണലഭ്യത ഒരു പ്രധാന മുൻഗണനയായി മാറുകയും ചെയ്യുന്നതിനാൽ ഫണ്ട് മാനേജർമാർ കുറഞ്ഞ ലിക്വിഡ് സ്റ്റോക്കുകളിലെ ഓഹരികൾ വിൽക്കുമോ എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫെബ്രുവരി 19 മുതൽ BSE മിഡ് ക്യാപ് സൂചിക 2% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. BSE സ്മോൾ ക്യാപ് സൂചിക 7% നഷ്ടവും. BSE സ്മോൾ ക്യാപ്പിലെ 945 ഓഹരികളിൽ 485 എണ്ണത്തിനും 10% വരെ നഷ്ടമുണ്ടായി. 244 എണ്ണം 10% മുതൽ 20%-നിടയിലും 46 ഓഹരികൾ 20% മുകളിലും ഇടിവ് രേഖപ്പെടുത്തി. മൊത്തത്തിൽ ഫെബ്രുവരി മുതൽ 82% ഓഹരികളും നെഗറ്റീവ് റിട്ടേൺ രേഖപ്പെടുത്തി എന്ന നിഗമനത്തിലേക്കാണ് എത്തിച്ചേരാൻ കഴിയുന്നത്. നേട്ടമുണ്ടാക്കിയവരിൽ 134 ഓഹരികൾ 0 മുതൽ 10%-നിടയിൽ വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ 35 ഓഹരികൾ 10%-ലധികവും നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം മിഡ് ക്യാപ് കമ്പാരിറ്റീവ്ലി മികച്ചതായിരുന്നു. BSE മിഡ് ക്യാപ്പിൽ 124 ഓഹരികളിൽ 69 എണ്ണവും 10%-നും 12 ഓഹരികൾ 10-നും 16%-നും ഇടയിൽ നഷ്ടം നേരിട്ടു. മറുവശത്ത് 36 ഓഹരികൾ 0 മുതൽ 10% വരെ നേട്ടമുണ്ടാക്കിയപ്പോൾ 6 ഓഹരികൾ 10 മുതൽ 17%-നിടയിൽ മുന്നേറ്റമാണ് കുറിച്ചത്. സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സ്കീമുകളിലെ സ്ട്രെസ് ടെസ്റ്റുകൾക്കായുള്ള വിശദ മാർഗനിർദ്ദേശങ്ങൾ AMFI, അതായത് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഓഫ് ഇന്ത്യ അടുത്തിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സെബിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് 15 ദിവസത്തിലൊരിക്കൽ സ്ട്രെസ് ടെസ്റ്റ് ഫലങ്ങൾ സമർപ്പിക്കാൻ AMFI ഫണ്ട് ഹൗസുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദ്യ റിപ്പോർട്ട് മാർച്ച് 15-നകം നൽകുകയും വേണം. സ്ട്രെസ് ടെസ്റ്റുകൾ ഒരു പോർട്ട്ഫോളിയോയുടെ പണലഭ്യത വെളിപ്പെടുത്തും. ഇത് വിപണി തകർച്ചയിൽ ഫണ്ട് മാനേജർമാർക്ക് എത്ര വേഗത്തിൽ പൊസിഷനുകൾ പിൻവലിക്കാനാകുമെന്നാണ് സൂചിപ്പിക്കുന്നത്. BSE മിഡ് ക്യാപ് ഇൻഡെക്സ് നിലവിൽ അതിന്റെ 10 വർഷത്തെ ശരാശരി PE ആയിട്ടുള്ള 24.61 മടങ്ങുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിന്റെ ഒരു വർഷത്തെ ഫോർവേഡ് വില വരുമാനത്തിന്റെ 25.6 മടങ്ങിലാണ് ട്രേഡ് ചെയ്യുന്നത്. BSE സ്മോൾ ക്യാപ്പ് 1 ഇയർ ഫോർവേഡ് PE ആയിട്ടുള്ള 23.16 മടങ്ങിലും അതിന്റെ 10 വർഷത്തെ ശരാശരി PE ആയിട്ടുള്ള 21.55 മടങ്ങിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. എക്സസീവ് ലിക്വിഡിറ്റി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളുടെ വില വർദ്ധിപ്പിച്ചെന്നും ഇത് പലപ്പോഴും വരുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ന്യായമായ മൂല്യങ്ങളെ മറികടക്കുമെന്നുമാണ് ജിയോജിത്ത് ഫൈനാൻഷ്യൽ സർവീസസിലെ സീനിയർ വൈസ് പ്രസിഡന്റ് ഗൗരംഗ് ഷാ അഭിപ്രായപ്പെടുന്നത്. 2023-ലെ ബുൾ റണ്ണിന് ശേഷമുള്ള ഉയർന്ന മൂല്യനിർണ്ണയം കാരണം സ്മോൾ മിഡ് ക്യാപ്പുകളിൽ കുത്തനെ ഇടിവ് പ്രതീക്ഷിക്കുന്നതായി അനലിസ്റ്റുകളും വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 74%-വും മിഡ് ക്യാപ്പ് 100 സൂചിക 60%-ലേറെയും ഉയർന്നതോടെ അമിതമായിട്ടുള്ള ഒരു മൂല്യനിർണ്ണയം ഒരു കോഷ്യസ് സ്റ്റാൻസിലേക്കാണ് നയിച്ചിട്ടുണ്ടായിരുന്നത്. നടന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് കറക്ഷൻ വളരെ ഹെൽത്തി ആണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഒപ്പം ഇതിന്റെ മറ്റൊരു ആസ്പെക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് സ്മോൾ ക്യാപ്പിന് പുറമെ 5 പ്രധാന പൊതുമേഖലാ കമ്പനികളിൽ നിന്നും ഇന്ത്യയുടെ മ്യൂച്വൽ ഫണ്ടുകൾ പുറത്തു കിടക്കുന്നതായുള്ള വാർത്തകളും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്.
SJVN ലിമിറ്റഡ്, ബാങ്ക് ഓഫ് ബറോഡ ലിമിറ്റഡ്, സെയിൽ ലിമിറ്റഡ്, റൈറ്റ്സ്, ഇർകോൺ ഇന്റർനാഷണൽ തുടങ്ങിയ സർക്കാർ കമ്പനികളിൽ നിന്നുമാണ് ഈ എക്സിറ്റ് ആകൽ എന്നാണ് നുവാമ ഓൾട്ടർനേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ ചില ഫണ്ടുകൾ NHPC, ഓയിൽ ഇന്ത്യ, നാൽക്കോ തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിലവിലുള്ള അവരുടെ പൊസിഷൻസ് വെട്ടിക്കുറച്ചിട്ടുമുണ്ട്. കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ SBI മ്യൂച്വൽ ഫണ്ട്, SJVN, ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങിയ ഓഹരികളിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട്, SJVN, റൈറ്റ്സ്, ഇർകോൺ എന്നിവയിൽ നിന്നും പുറത്തു കടന്നിട്ടുണ്ട്. ഇവിടെയൊക്കെയും 2023 ഡിസംബർ 31 വരെ 0.5% മുതൽ 8.6% വരെ മ്യൂച്വൽ ഫണ്ടുകളുടെ ഉടമസ്ഥതയിലുള്ള ഓഹരി പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. മികച്ച നേട്ടം നൽകി നിക്ഷേപകരുടെ കീശ നിറച്ച മൾട്ടി ബാഗർ ഓഹരിയായിട്ടുള്ള SJVN ഓഹരികൾ ഫെബ്രുവരിയിൽ 8% ഇടിവാണ് രേഖപ്പെടുത്തിയത്. അതിന്റെ ഏറ്റവും ഉയർന്ന മൂല്യമായിട്ടുള്ള 170 നിന്നും 35% കറക്ഷൻ നേരിട്ടിട്ടുണ്ട്. അതേസമയം ബാങ്ക് ഓഫ് ബറോഡയും റൈറ്റ്സിന്റെയും ഓഹരികൾ ആ മാസം 5% മുതൽ 7% വരെ ഉയർച്ച കാഴ്ചവെച്ചു. ICICI പ്രുഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് ചില പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ NHPC, ഓയിൽ ഇന്ത്യ തുടങ്ങിയ ഓഹരികളിൽ നിലവിലുള്ള സ്ഥാനങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് കാണാം. മറുവശത്ത് SBI മ്യൂച്വൽ ഫണ്ട് നാൽക്കോയിലെ ഓഹരികളും കുറച്ചു. ഡിസംബറിലെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അടിസ്ഥാനമാക്കി SBI ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടിന് നാൽക്കോയിൽ 3.65% ഓഹരി പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. ഈ വെട്ടിക്കുറയ്ക്കലുകളൊക്കെ തന്നെ നടക്കുമ്പോഴും പൂർണ്ണമായും പൊതുമേഖലാ കമ്പനികളിൽ നിന്നും ഫണ്ട് ഹൗസുകൾ ഒഴിവാകുന്നു എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരാനാകില്ല. കാരണം ഇതിന്റെ മറ്റൊരു വശത്ത് SBIയും ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടും ഒക്കെ ചില പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു കടക്കുമ്പോഴും PFC, ഭാരത് ഇലക്ട്രോണിക്സ്, കണ്ടെയ്നർ കോർപ്പറേഷൻ തുടങ്ങിയ പൊതുമേഖലാ കമ്പനികളുടെ പുതിയ ഓഹരികളും അവർ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്നും കാണാം. ഒപ്പം മറ്റു ഫണ്ടുകളും ഫെബ്രുവരി മാസത്തിൽ തന്നെ സമാനമായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വാങ്ങിയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് സ്റ്റോക്ക് ബൈയിങ് ടേബിൾ പരിശോധിക്കുന്ന സമയത്ത് BPCL കോട്ടക് മ്യൂച്വൽ ഫണ്ടും പവർ ഫൈനാൻസ് കോർപ്പറേഷന്റെ ഓഹരികൾ കോട്ടക് മ്യൂച്വൽ ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. SBI ആക്സിസ് മ്യൂച്വൽ ഫണ്ടാണ് വാങ്ങിയിരിക്കുന്നത്. ഇന്ത്യൻ ബാങ്കിന്റെ ഓഹരികൾ ആക്സിസ് മ്യൂച്വൽ ഫണ്ടും ഭെയിൽ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടും നാൽക്കോ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടും തന്നെ വാങ്ങിയിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ പട്ടികയിൽ ഫെബ്രുവരിയിൽ യഥാക്രമം 9.6%, 5.1% എന്നിങ്ങനെ ഇടിഞ്ഞ പവർ ഫൈനാൻസ് കോർപ്പറേഷൻ, IRCTC എന്നിവ ഒഴികെ മറ്റ് 4 ഓഹരികളും ആ മാസത്തിൽ നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. ഓയിൽ ഇന്ത്യയുടെ കാര്യത്തിൽ 30% വരെ ഉയർന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ അവസരത്തിൽ നിക്ഷേപകർ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം മ്യൂച്വൽ ഫണ്ടുകൾ ചില പൊതുമേഖലാ കമ്പനികളുടെ എക്സ്പോഷർ ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഭെയിൽ, BPCL, പവർ ഫൈനാൻസ് കോർപ്പറേഷൻ തുടങ്ങിയ ഓഹരികൾ ഫെബ്രുവരിയിൽ ഫണ്ട് ഹൗസുകൾ നിക്ഷേപിക്കുന്നു എന്നതും മനസ്സിലാക്കേണ്ടതാണ്. അവസാനമായി ഇന്നത്തെ പൊതുമേഖലാ കമ്പനികളുടെ പെർഫോമൻസ് ഡീറ്റെയിൽസ് കൂടി നോക്കിയാൽ മാർക്കറ്റിന്റെ ഇടിവിൽ തന്നെ 5%-ലധികം ഇടിവാണ് പ്രധാനപ്പെട്ട ഓഹരികളിലൊക്കെ തന്നെ കാണുന്നത്. അതിൽ തന്നെ കമ്പനികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം ഇടിവ് ഇന്നത്തെ ദിവസം രേഖപ്പെടുത്തുന്നത് PSE സെക്ടറിൽ നിന്നും നാൽക്കോയാണ്. ഇടിവ് 9%-ലധികം പിന്നിട്ടിരിക്കുകയാണ് നാൽക്കോ. PSE സൂചിക പരിശോധിച്ചാൽ 7.25%-ലധികം 7.3%-ലധികം ഒരു വലിയ ഇടിവും ഇന്നത്തെ ഈ ഒരു സെഗ്മെന്റ് രേഖപ്പെടുത്തുന്നു. 8691 എന്നുള്ള ഒരു നിലവാരത്തിൽ നിലവിൽ നാൽക്കോയുടെ ഇടിവ് 10% പിന്നിട്ടിരിക്കുകയാണ് 135 രൂപയിലേക്ക്. NHPC 9.58% ഇടിവ് രേഖപ്പെടുത്തുന്നു. NMDC 8.81% ഇടിവ്. സെയിൽ 8.67%. RECയുടെ ഓഹരികൾ 8.5% മുകളിൽ ഇടിവ് രേഖപ്പെടുത്തുന്നു. ബെയിലും സമാനമായിട്ടുള്ള ഒരു ഇടിവ് തന്നെയാണ് കാഴ്ചവെക്കുന്നത് എന്നും കാണാം. പവർ ഫിനാൻസിന്റെ ഓഹരികൾ 8.37%, ഓയിൽ ഇന്ത്യ 7% മുകളിൽ, പവർ ഗ്രിഡ്, ഭാരത് ഇലക്ട്രോണിക്സ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, NTPC, കണ്ടെയ്നർ കോർപ്പറേഷൻ, ഗെയിൽ തുടങ്ങിയ ഓഹരികളിലൊക്കെ തന്നെ ഒരു വലിയ രീതിയിലുള്ള ഇടിവ്, പ്രത്യേകിച്ച് ഒരു 5% മുകളിൽ തന്നെയാണ് ഓഹരികളിൽ ഉടനീളം കാണാൻ സാധിക്കുന്ന ഒരു ഇടിവ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനുകളിൽ മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സെക്ടറുകളിലെ സ്റ്റോക്കുകളുടെ ഇടിവുകൾക്കിടയിലും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികളും ആ ഒരു കാറ്റഗറിയിലേക്ക്, ആ ഒരു ഇടിവിലേക്ക് നീങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സൂചിക കഴിഞ്ഞ ആഴ്ച എത്തിയ 9731 എന്ന ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് 7.3% കറക്ഷൻ നേരിട്ടിട്ടുണ്ട്. പോയ വർഷങ്ങളിലെ മൾട്ടി ബാഗർ നേട്ടം നൽകിയ PSC കമ്പനികളിലെ നിലവിലെ കറക്ഷൻ വലിയ ഇടിവ് എന്നതിലുപരി ഒരു ഹെൽത്തി കറക്ഷൻ എന്ന നിലയിലാണ് നിക്ഷേപകർ വിലയിരുത്തേണ്ടത്.
വിൽപ്പനാ സമ്മർദ്ദത്തിൽ ആശങ്കയ്ക്കും വലിയ സ്ഥാനമില്ല എന്ന് കൂടി മനസ്സിലാക്കുക. ഒപ്പം ചെറുകിട അല്ലെങ്കിൽ ഒരു മിഡ് ടു സ്മോൾ ക്യാപ് സ്റ്റോക്കുകളുടെ ഹിസ്റ്ററിക്കൽ വോളറ്റിലിറ്റി കണക്കിലെടുത്ത് നിക്ഷേപകർ നേരിട്ട് ഓഹരികളിലോ മ്യൂച്വൽ ഫണ്ട് SIP-കൾ വഴിയോ ഫണ്ട് അനുവദിക്കുന്നതിൽ ജാഗ്രത പാലിക്കണം എന്ന് കൂടിയാണ് പറയാനുള്ളത്. ഒപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ നിലവിലെ ഇടിവ് കൂടി ഒന്ന് പരിശോധിക്കാം. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ IRCTC, ഭാരത് ഇലക്ട്രോണിക്സ്, ഇന്ത്യൻ ഓയിൽ ഇന്ത്യ, SJVN എന്നീ സ്റ്റോക്കുകളിൽ ഇന്നത്തെ ദിവസം ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തുന്നത് നിക്ഷേപകർക്ക് വളരെ പ്രിയപ്പെട്ടിട്ടുള്ള SJVN സ്റ്റോക്ക് തന്നെയാണ്. 9% ഒരു ഇടിവിലേക്കാണ് SJVN പോയിരിക്കുന്നത്. 114 രൂപയിൽ നിന്നും നിലവിൽ 102 രൂപയിലാണ് SJVN ഓഹരികൾ വ്യാപാരം മുന്നോട്ട് പോകുന്നത്. അതേസമയം ഓയിൽ ഇന്ത്യ 7% ഇടിവ് രേഖപ്പെടുത്തുകയാണ്. 6% കൂടുതലാണ് ഭാരത് ഇലക്ട്രോണിക്സ് നൽകുന്ന ഇടിവ് എന്ന് പറയുന്നത്. IRCTC 4% കൂടുതലും കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 6.8% ഇടിവ് രേഖപ്പെടുത്തുകയാണ്. ഈ സ്റ്റോക്കുകളുടെ ഒക്കെ ഒരു പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം സ്റ്റോക്കുകളും കഴിഞ്ഞ വർഷങ്ങളിൽ നിക്ഷേപകർക്ക് മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്കുകളാണ്. ഇയർ ടു ടിൽ ഡേറ്റിലും ഒരു പോസിറ്റീവ് റിട്ടേൺ നൽകിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിലവിലെ ഇടിവ് ഒരു വലിയ ഇടിവ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡ് എന്നുള്ള നിലയ്ക്ക് മാത്രം നിക്ഷേപകർ കണ്ടിരിക്കുക.